ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു യാത്ര പോവാണ്, ചെറിയൊരു ട്രിപ്പ്, റോഡ് ട്രിപ്പാണ്. അപ്പോൾ അതിനുള്ള പാക്കിംഗ് ആട്ടോ. ഇത് പുലർച്ചെ 5 മണിയാണ്. അപ്പോൾ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇന്നലെ ഒന്നും ടൈമിലുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തലേന്ന് തന്നെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റും സ്നാക്സും പിന്നെ ടീഷർട്ടൊക്കെ അതൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ബാഗൊക്കെ ഫില്ല് ചെയ്തു. ലാസ്റ്റായിട്ട് വാങ്ങിയ ചോക്ലേറ്റും കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ കൊലായിൽ പോയി ചെരുപ്പൊക്കെ ഇട്ടു. അങ്ങനെ വീടിന് ഒരു ടാറ്റൊക്കെ കൊടുത്ത് അവിടുന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് തന്നെ പെട്രോളൊക്കെ അടിച്ചു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും പഴംപൊരിയൊക്കെ വാങ്ങി കുടിച്ചു. അങ്ങനെ ഞങ്ങൾ നാട് കഴിഞ്ഞ പാടന്നെ ചെറിയ കോടയൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നു. രാവിലെ നേരത്തെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ തണുപ്പൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി. അങ്ങനെ താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറച്ച് ചുരം കയറി ഞങ്ങൾ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടു, റെസ്റ്റ് എടുത്തു. പിന്നെ ഇതിപ്പോൾ വയനാട് എത്തിയിട്ടോ, ബോർഡർ കടന്നു. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് 5:30ക്കാണ് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് റോട്ടുമ്പത്തിന് റെസ്റ്റ് എടുക്കുകയാണ്. വയനാടൊക്കെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും കൈയൊക്കെ തണുത്ത് ഉറയ്ക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ഈ തേയിലത്തോട്ടമൊക്കെ നിറച്ചും മഞ്ഞായിരുന്നു. അങ്ങനെ ഒരു 9:30 ആയതോടുകൂടി വയനാട്ടിൽ കണ്ടൊരു കടയിൽ നിർത്തി ദോശ ഓർഡർ ചെയ്തു. ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. അങ്ങനെ അവിടുന്ന് പോയിട്ടോ. ഇതിപ്പോൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. തമിഴ്നാട് എത്തിയപ്പം ചെറിയ വെയിലൊക്കെ കിട്ടിയിട്ടോ. വെയിൽ തുടങ്ങി ഒരു ഉച്ച ടൈം ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും നല്ല തണുപ്പ് തുടങ്ങി. ഒരു ഫോറസ്റ്റ് ഏരിയയിലൊക്കെ എത്തിയപ്പം, ഇത് തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെയുള്ള ഇതൊരു ചെറിയ ബസാർ പോലത്തെ സ്ഥലമാണ്. ഓട്ടോ സ്റ്റാൻഡും ജീപ്പൊക്കെ നിർത്തിയിട്ട് ഒരു പഴയ ഒരു മുഖച്ഛായുള്ള ബസാർ. അങ്ങനെ തമിഴ്നാട്ടിൽ റോട്ടിൽ ഇതുപോലെ ആടുകളും പശുക്കളൊക്കെ റോട്ടിൽ കഴിച്ചു വിട്ട കേട്ടോ. നമ്മൾ വണ്ടി പോകുന്ന റോട്ടിലാണ് ഇവരൊക്കെ ഉള്ളത്. ഇതുപോലത്തെ ബസാർ പോലത്തെ ഏരിയ മാത്രമേ ഒരു വൃത്തിയില്ലാത്ത പോലെയുള്ള ഒരു കാണാൻ വലിയ ലുക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഈ തേയിലത്തോട്ടം ഈ കാട് പോലത്തെ ചെറിയ ചെറിയ ഗ്രാമത്തിലേക്ക് എത്തുമ്പം നല്ല ഭംഗിയുണ്ട്. തണുപ്പുള്ള പ്ലേസ് ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും നന്നായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ടേനും. ഇതുപോലത്തെ ചെറിയ ഷെഡ് ആയാലും അവിടെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ഒരുപാട് നല്ല വീടുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ആ വീട്ടിലത്തെ പശുക്കളാണെന്ന് തോന്നുന്നു, റോട്ടിൽ അലഞ്ഞ് നടക്കുകയാണ്. നല്ല രസമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോകാൻ. കാറിലോ ബസ്സിലോ പോയാൽ ഈ ഒരു ഭംഗിയും ഇതും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അവിടെ കൂടുതലും ഇതുപോലത്തെ ഷെഡുകളിലാണ് ആളുകൾ താമസിക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ തൊങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കണ്ടിട്ട്, അത് നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ അവിടെ കണ്ടപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരതിൽ തൊങ്കിൻ്റെ വെള്ളം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു തന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു.
പക്ഷേ ഈ 4 പീസും കുറച്ച് വെള്ളത്തിന് അവർ 150 രൂപയാണ് വാങ്ങിയത്. അങ്ങനെ പിന്നെ ഗൂഡല്ലൂർ എത്തിയപ്പം ഒരു ബസ് സ്റ്റോപ്പിൽ റെസ്റ്റ് എടുത്തു. ആ ബസ് സ്റ്റോപ്പാണെങ്കിൽ ഫുള്ള് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞതായിരുന്നു. പക്ഷേ അത്രയും ക്ഷീണം ഉണ്ടായതുകൊണ്ട് വേറെ എവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഇതാ ഉച്ച ആയപ്പോൾ ചോക്ലേറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചോക്ലേറ്റ് കഴിച്ചിട്ട് പിന്നെയും വണ്ടി എടുത്തു. അങ്ങനെ ഒരു കാട്ടുകൂടി തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ മനോഹരമായ ഈ കാഴ്ചകൾ കണ്ടത്. എല്ലാ മരങ്ങളും ഒരുപോലെ, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് മരം, ഇതെന്ത് മരമാണെന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് ആ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അങ്ങനെ ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളും അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നേരിട്ട് കാണുമ്പോൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്നതിനെക്കാട്ടും നല്ല ഭംഗിയാണ്. ഭയങ്കര ശബ്ദമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് അവിടെ നിൽക്കാനും നല്ല സമാധാനമുണ്ട്. അപ്പോഴത്തേക്കും ഉച്ച ആയിട്ടുണ്ടായിരുന്നു. ഒരു 1:30-2 മണിയായപ്പം വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കേരള ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിർത്തി. അങ്ങനെ ബിരിയാണിയാണ് കഴിച്ചത്, കേരള ബിരിയാണി. പക്ഷെ ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഫോണിൻ്റെ ചാർജും തീർന്നു. അങ്ങനെ ആ ഹോട്ടലിൽ തന്നെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് ചാർജ് ആയതപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതും ആ തമിഴ്നാട്ടിലുള്ള വേറെ ഏതൊരു സ്ഥലമാണ്, പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറച്ചുകൂടി ക്ലീനാണ്, കുഴപ്പമില്ല. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചുകൂടി ക്ലീനാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഫുള്ള് കാട്ടുപൂക്കളാണ്. പക്ഷെ ഭയങ്കര രസം കേട്ടോ. ഈ ഒരൊക്കെ ഏരിയ എത്തിയപ്പം ഗൂഗിൾ മാപ്പിന് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു വഴി തന്നെ ഒരു 4-5 റോഡ് ഇനിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ ഒരു 10-20 വട്ടം ഞങ്ങൾ റൗണ്ട് ചുറ്റിട്ടോ. ഇതുപോലെ താഴോട്ടേക്കും മുകളിലോട്ടൊക്കെ ആയിട്ട് ഒരുപാട് റോഡുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ തന്നെ താഴോട്ടേക്കാണ് പോകേണ്ടത്, പക്ഷെ മുകളിലോട്ട് കയറുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് പറയുക താഴോട്ടാണ് പോകേണ്ടത്. അങ്ങനെ വീണ്ടും റിട്ടേൺ അടിച്ച് വീണ്ടും താഴോട്ട് പോകുമ്പോൾ പറയും ആദ്യം കയറിയ റോഡ് തന്നെ കയറണമെന്ന്. അങ്ങനെ മാറി ഞങ്ങൾ കുറേ കളിച്ചു. കാരണം അവിടെ അത്രയും റോഡുണ്ടായതുകൊണ്ട് ഗൂഗിൾ മാപ്പിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ഒരു കോട്ടേജ്, എന്തോ ഓൾഡ് ബംഗ്ലാവ് എന്നോ പറഞ്ഞിട്ട് ഒരു കോട്ടേജ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആപ്പ് വഴിയാണ് അത് ബുക്ക് ചെയ്തത്. പക്ഷെ അതിൽ ഒരു പ്രീ പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് റിസർവ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ റിസർവ് ചെയ്തു. പക്ഷേ അവിടെ കയറേണ്ട ടൈം കറക്റ്റ് 1 മണീൻ്റെ ഉള്ളിൽ അവിടെ കയറണമായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും 3:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വേറെ ആൾക്കാർ വന്നപ്പോൾ റൂമൊക്കെ ഫുള്ളാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇത്രയും അലഞ്ഞ് തിരിഞ്ഞ് ഒരു 1 മണിക്കൂറോളം വഴി തെറ്റിയിട്ടാണ് ആ കോട്ടേജിലേക്ക് എങ്ങനെയൊക്കെയോ എത്തിയത്. അപ്പോഴാണ് അവർ പറയുന്നത് അവിടെ റൂമുകളില്ല, ഓൾറെഡി എല്ലാ റൂംസും ഫുള്ളാണെന്ന്. അത് കേട്ടപ്പോൾ തന്നെ പകുതി ചെയ്യാൻ പോയി. കാരണം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലം. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഭയങ്കര നല്ല വ്യൂ ആയിരിക്കും കേട്ടോ റൂമെന്നൊക്കെ. ഞങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷേ പ്രീ പേയ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ റൂമൊക്കെ ഫുള്ളായി കഴിഞ്ഞു. അങ്ങനെ അവരെന്നെ വേറൊരു ഹോട്ടൽ കാണിച്ചു തന്നു കേട്ടോ. കാണിച്ചെന്നല്ല പറഞ്ഞു തന്നു. ആ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടു. പക്ഷെ അവിടെ കയറില്ല. ഇതാണ് അവർ പറഞ്ഞു തന്ന ഒരു ഹോട്ടൽ. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇവിടെ അത്ര വൃത്തിയുള്ള സ്ഥലമൊന്നുമല്ല റോഡ്, പക്ഷേ ഈ ഹോട്ടൽ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോയി 2-3 റൂമൊക്കെ കണ്ടു. അങ്ങനെ കുഴപ്പമില്ല എന്ന് കണ്ടിട്ടുള്ള ഒരു റൂം തന്നെ നോക്കി ഞങ്ങളെടുത്തു. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു റൂമായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഒരു ബെഡും പിന്നെ ഇതൊരു ഡ്രസ്സിങ് ടേബിളും ടി വി വർക്ക് ചെയ്യുന്ന ടി വിയാണേ. പിന്നെ ഒരു കബോർഡും പിന്നെ ഒരു ചെയറൊക്കെ ആയിട്ട് എത്തിയ പാടെ തന്നെ ആക്രാന്തം മൂത്ത് ഒരാൾ ചോക്ലേറ്റ് പൊളിച്ചാണ്. ആ ചോക്ലേറ്റ് നിലത്തേക്ക് പറന്ന് പോയി ഗൈസ്. ഞങ്ങൾ കൊണ്ടുപോയ കുറച്ച് ചോക്ലേറ്റും ചിപ്സൊക്കെ കഴിച്ചുകൊണ്ട്
ആ ടി വിയിലൊരു തമിഴ് ഫിലിമും ഇട്ട് അതും കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. ഈ റൂമൊക്കെ എത്തുമ്പോഴത്തേക്കും 4:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4:30 കുറച്ച് ടി വിയൊക്കെ കണ്ട് ഒരു 6 മണി വരെ ഉറങ്ങിയിട്ട് പുറത്ത് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.